അതെ, ഇന്നൊരു ചോട്ടനാണ് മുണ്ടൊക്കെ കൊടുത്ത്. ശേഖര ചന്ദ്ര കിഷോര ജഗത് പുട്ട. തിരിഞ്ഞു പോയ എപ്പോഴും ഒരേ പേരായ മതിയോടാ. ഒരു ചേഞ്ച് ഒക്കെ ആരാണ് ആഗ്രഹിക്കാത്തത്? ആഗ്രഹിച്ചു. കങ്കാരു റിലേഷൻസ്. വെറൈറ്റി നൈസ് റിലേഷൻ. എന്തിനാണ് അടുത്ത റൗണ്ടിലേക്ക്? അടുത്ത റൗണ്ടിലേക്ക് ആര് പറന്നു കയറി? ഞാൻ. മിടുക്കനാണ്. താങ്ക് യു. പിന്നെ എനിക്ക് MJ അങ്കിളിനോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോടാ. ഞാനും അച്ഛനും ഒരു ദിവസം കാറിൽ പോകുന്ന സമയത്ത് MJ അങ്കിളിന്റെ ഒരു പാട്ട് കേട്ടു, മറ്റേ ദോശപ്പാട്ടില്ലേ, അപ്പൊ അതില് നല്ല പരിചയമുള്ളൊരു സൗണ്ട്, മറ്റേ ഡയലോഗ് പറയുന്ന സമയത്ത് ഞാൻ ഒരു 4 വട്ടം ബാക്കൗട്ട് ആക്കി നോക്കി. കുറെ പ്രാവശ്യം ബാക്കൗട്ട് ആക്കി, ആരാണ് മനസ്സിലാവാത്തോണ്ട്. പിന്നെ മനസ്സിലായ MJ അങ്കിളാണെന്ന്. അതെയല്ലോ. അതിൽ ആദ്യം ഒരു റാപ്പാണ്, സാധാ ദോശ, കല്ല് ദോശ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിന്ന് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്നത് ചെന്നൈയിലാണ്, മ്യൂസിക് ലോഞ്ച് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ്. അത് സാലിഗ്രാമത്താണ്. അപ്പൊ രാവിലെ 7 മണിയായപ്പോഴത്തേക്കും പതുക്കെ അവിടെ ഒരു സ്കൂട്ടർ ഉണ്ട് നമ്മുടെ എഞ്ചിനീയറുടെ. ആ സ്കൂട്ടറിനകത്ത് കയറി നേരെ ശരവണ ഭവന് വിട്ടു. അവിടെ ഒരു കാപ്പിയും കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ എന്തൊക്കെ ദോശ കിട്ടും? അപ്പൊ മെനു കാർഡ് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഒരെണ്ണം ഞാൻ എടുത്തോട്ടാ. എടുത്ത് പോക്കറ്റിലിട്ട് അടുത്ത അങ്ങനെ പല പല കടകളിൽ പോയി എല്ലായിടത്തെയും ദോശയുടെ മെനു ഇങ്ങനെ എടുത്ത് ഒരു 15-16 മെനു എന്റെ പോക്കറ്റിലുണ്ട്. ഞാൻ തിരിച്ചു വന്നിട്ട് ഇതിനെ എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഒരു റാപ്പാക്കി. മുതലാളികൾ ശ്രദ്ധിക്കുക, അത് ഇവിടുത്തെ പോക്കറ്റിലുണ്ടാവും. അപ്പൊ ശങ്കർജി വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ശങ്കർജി പറഞ്ഞു ദോശപ്പാടാ സൂപ്പർക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക ഒരു ഛായയിലാണ് ഇത് പാടാൻ. ദോശ നല്ലൊരു ദോശ വേണോ, ദോശ തിന്നാൻ ആശയുണ്ടോ, ദോശ എന്നൊരു പേര് കേട്ടാൽ നാക്കിലൂടൊരു കപ്പലോടും ആശയുണ്ടോ, ഒരു ദോശ തിന്നാൻ ദോശ തിന്നാൻ ഇങ്ങനെ പാടുന്നത്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം പാടിയത്. എന്തായാലും ഈ ദോശപ്പാട്ടിനെ ഓർമ്മിപ്പിച്ചത് ഈ ഭയങ്കര സന്തോഷാടാ. മാത്രമല്ല എനിക്ക് ദോശയാണ് ഏറ്റവും ഇഷ്ടം. 3 നേരം തന്നാലും ഞാൻ കഴിക്കും. മസാല ദോശ, മസാല ദോശ, അതൊക്കെ അത് ഞാൻ പാടി. അതില് പല ഫ്രേസസ് ഞാൻ പാടിയിട്ടുണ്ട് ഈ ശബ്ദത്തില്. ഓക്കെ, ഇനി വരാൻ വന്നത് ഒരു ഹണിമൂൺ പാട്ടാണ് അല്ലേ? സിനിമയുടെ പേരല്ലേ ഹണിമൂൺ? മധു ചന്ദ്രിക, അതല്ലേ ഹണിമൂൺ? ശ്രീകുമാരൻ തമ്പി സാറ് എഴുതിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സോങ് ആണ്. MK അർജുനൻ സാറാണ് അതിന് സംഗീതം ചെയ്തിരിക്കുന്നത്. അതിന്റെ വർഷം 1974. ഏകദേശം MJ അങ്കിളിന്റെ വയസ്സ്. ഏകദേശം എനിക്ക് അതിനേക്കാളും വയസ്സ് കുറവാണ്. വർഷം കുറവാന്നാ ഉദ്ദേശിച്ചത്. ഇതൊരു പ്രത്യേക പൂവിന്റെ ഗന്ധമുള്ള പാട്ടാണ്, മല്ലിക പൂവിന്റെ മധുര ഗന്ധം അല്ലേ? അപ്പൊ പാടിക്കൂടെ? All the best. All the best. മല്ലികപ്പൂവിൻ മധുരഗന്ധം, മന്ദസ്മിതം പോലും ഒരു വസന്തം, മല്ലികപ്പൂവിൻ മധുരഗന്ധം, നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം, മാലാഖകളുടെ മാലാഖ നീ, മമ ഭാവനയുടെ ചാരുത നീ, മല്ലികപ്പൂവിൻ മധുരഗന്ധം, നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം.
വസന്തം. പെട്ടെന്ന് കഴി ആക്കി. ആക്കി. ആ അതാണ് വർണ്ണരഹിതമാം. അവിടെ ശ്രുതി കുറച്ച് രഹിതമായി പോയ പോലെ ഉണ്ടായിരുന്നു നേരത്തെ കേട്ടോ. പിന്നെ പേമത്തിൻ എന്ന് പാടിയ പോലെ തോന്നി. പ്രേമത്തിനാണ്. അതൊന്ന് പാടി കേൾപ്പിക്കാമോ? പുഷ്പങ്ങൾ തേടുമീ കോവിലിൻ പ്രേമത്തിൻ. ആ പ്രേമത്തിൽ. കോവിലിൻ പ്രേമത്തിൻ. ക്ലാരിറ്റി. അതാണ് ആ മേളിലോട്ടുള്ള കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. ഇനി രണ്ടാമത് പാടിപ്പിക്കുന്നില്ല. ഈ ശ്രുതി എന്ന് പറയുന്ന സാധനം ഇതാ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും നമ്മൾ ശ്രുതിയെ പറ്റി പറയാൻ പാടില്ല, താളത്തിനെ പറ്റി പറയാൻ പാടില്ല, പൊതുവേയുള്ള ലയത്തിനെ പറ്റിയും പറയാൻ പാടില്ല. അതൊക്കെ ബേസിക്സ് ആണ്. ബേസിക്സ് റൈറ്റ് ആയ ആൾക്കാരാണ് നമ്മൾ സെക്കൻഡ് ഇതിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ മിടുക്ക് കാണിക്കണം എപ്പോഴും കേട്ടോ. ഇന്നത്തെ സെലക്ഷൻസിൽ പാട്ട് സെലക്ഷൻ നമ്മുടെ റേഞ്ചിനനുസരിച്ചായിരിക്കണം. സംഗതികൾ നമുക്ക് പാടാവുന്ന ടൈപ്പ് ഉള്ള പാട്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ സോങ് സെലക്ഷന്റെ കാര്യത്തിൽ വളരെയധികം ആലോചിക്കേണ്ടതുണ്ട് കുട്ടാ. ഓക്കെ. ആ ജഗത് കുട്ടാ, ദേര മാസ്റ്ററുടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മോഹന രാഗത്തിലുള്ള ഒരു പാട്ട് ഇതാ ജഗത് കുട്ടന് വേണ്ടി. സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ചതിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ. സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ചതിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ. സ്വർഗപുത്രീ നവരാത്രി. ജഗത് കുട്ട, എന്തോ എനിക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം. എന്താണ്? നമ്മളെ നോക്കി എന്തിനാണ് പാടുന്നത്? ക്യാമറ നോക്കി പാടിക്കൂടെ ജഗത് കുട്ട? ഇങ്ങോട്ട് നോക്കല്ലേ. ഞങ്ങളുടെ ഇതുപോലെ ഫേസ് ചെയ്തിട്ടാ ഫുൾ പാട്ട് പാടുന്നത്. ഞങ്ങളെ നോക്കേ വേണ്ട കേട്ടോ. ഓഡിയൻസിന് വേണ്ടിയിട്ടാ പാടുന്നത്. ക്യാമറയിലോട്ടേക്ക് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, മറന്നു പോകരുതേ. ഇനി പറയില്ല ഇത്. ബാക്കിയൊക്കെ ഏകദേശം മധുചേട്ടനും എം ജെ സാറും പറഞ്ഞു. എനിക്കും ഒരു ക്ലാരിറ്റി കുറവ് തോന്നി. ചിലപ്പോൾ ആ ഒരു വോയിസിന്റെ പ്രശ്നം കൊണ്ടാവാം. പിന്നെ എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ക്ലാസിക്കൽ ഫ്ലേവർ വരുന്നതാണ്. നല്ല ക്ലാസിക്കൽ ഫ്ലേവർ വരുന്ന ഒരു പാട്ടാണ്. അപ്പം കുറച്ച് ഹെവി ആയി പോയോ എന്നുള്ളൊരു ഡൗട്ടും വന്നു. പക്ഷെ മിടുക്കനാണ്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പാടി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോ ജഗത് കിഷോര ചന്ദ്രശേഖരന് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 96.5 on 100. താങ്ക് യു സർ. അപ്പോ ജഗത് കിഷോര ചന്ദ്രശേഖരൻ എന്നുള്ളൊരു ഡൗട്ടും വന്നു. പക്ഷെ മിടുക്കനാണ്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പാടി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോ ജഗത് കിഷോര ചന്ദ്രശേഖരന് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ഡൗട്ടും വന്നു. പക്ഷെ മിടുക്കനാണ്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പാടി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോ ജഗത് കിഷോര ചന്ദ്രശേഖരന് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 96.5 on 100. താങ്ക് യു സർ.